Hi guys, welcome back to my channel. എല്ലാ ദിവസവും നമ്മൾ നാടൻ വിഭവങ്ങൾ വെച്ചിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അമേരിക്കൻ സ്റ്റൈൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് തന്നെ പാൻകേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മുട്ട ക്രാക്ക് ചെയ്ത് നമ്മൾ ബോളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി പൗഡേർഡ് ഷുഗർ നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇച്ചിരി വെനീല എസൻസ് ചേർക്കുന്നുണ്ട്. സാധാരണ ചേർക്കാറില്ല, പിന്നെ എനിക്കത് ചേർക്കുന്ന ഇഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ കാരണം. പിന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക്. പിന്നെ നമ്മൾ അതിൽ ഒന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബോളിലേക്ക് ഇച്ചിരി മൈദ 2 സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. 2 സ്പൂൺ മൈദയിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 ഇൻഗ്രീഡിയൻസ് കൂടി നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുറച്ച് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് എടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്താ നമ്മൾ നന്നായി മിൽക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കൂടെ എന്തെങ്കിലും വേണമെന്നുള്ളോ എന്ന് വിചാരിച്ച് സോസേജ് എടുത്തിട്ടുണ്ട് കുറച്ച്. നമുക്ക് ബോയിലിംഗ് വാട്ടറിലേക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഐസ് ഒന്ന് പോവാൻ. ഇനി നമ്മൾ പാൻ കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളുടെ പാൻ കേക്ക് മറിച്ചിടാനുള്ള സമയം നല്ല പെർഫെക്റ്റ് കളറിലാണ് നമ്മൾ പാൻ കേക്ക് വന്നത്. അത് നമുക്ക് നമ്മളുടെ ഹോട്ട് പാക്കിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ നമുക്ക് നമ്മളുടെ സോസേജ് ഒന്ന് റെഡിയാക്കി എടുക്കാം. പാനിലേക്ക് വെച്ച് സോസേജ് നമുക്കൊന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. സോസേജ് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബട്ടർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സോസേജ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് തിന്നായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളി നമുക്ക് എടുക്കാം, കൂടെ സൈഡാക്കി വെക്കാൻ. അപ്പോൾ തക്കാളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സോസേജ് ഒന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. മുട്ട എന്ത് ചെയ്യണം ഞാൻ കുറേ നേരം വിചാരിച്ചു, സ്ക്രാമ്പിൾഡ് ആണോ അതോ ഓംലേറ്റ് ആണോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ എന്നാൽ പിന്നെ സണ്ണി സൈഡ് അപ്പം തന്നെ ചെയ്തേക്കാം, നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ കൂടെ നന്നായി ചേരും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്ന് സീസണാക്കി എടുക്കാം. കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ പൊക്കത്ത് വെതറി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സണ്ണി സൈഡ് അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മൾ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ടൊമാറ്റോ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാൻ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ടൊമാറ്റോ സീസണാക്കി ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ വീട്ടിൽ ഫ്രഷ് ബേസിൽ ലീവ്സ് ഉണ്ട്, നമുക്ക് അതിലേക്ക് സീസൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാൻ കേക്ക് സെർവ് ചെയ്യാം. പാൻ കേക്ക് ഇതാ അടുക്കി വെച്ചിട്ടുണ്ട്, അടുക്കി വെക്കണുള്ളൂ, ബാക്കി പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളുടെ പാൻ കേക്കിൻ്റെ പൊക്കത്ത് ഷുഗർ ഡസ്റ്റ് ചെയ്ത് വിടാം. ഇനി ഹണി നമുക്ക് അതിൻ്റെ പൊക്കത്ത് ഡ്രിസിൽ ചെയ്ത് വിടാം. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് 2 സോസേജ് വെച്ചിട്ട് ഒരു സണ്ണി സൈഡ് അപ്പം വെച്ചിട്ട് കുറച്ച് ടൊമാറ്റോസും വെച്ചിട്ട് പാൻ കേക്ക് നമുക്ക് വെക്കാം. എന്നിട്ട് നമ്മളുടെ പാലിലേക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കെറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാവരും ഒന്ന് വിളിച്ച് നോക്കാം.